നമസ്കാരം. ഇന്ന് കർക്കിടകം 6. ഇന്നത്തെ കഥാസന്ദർഭങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ശ്രീരാമദേവൻ വനവാസത്തിന് പോകുവാനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും സമ്മതവും അനുഗ്രഹവും മേടിച്ചു. അങ്ങനെ വനവാസത്തിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സീതാദേവിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സീതാദേവിയോട് പറയാണ്, പിതാവിനെയും മാതൃജനങ്ങളെയും സഹോദരിമാരെയും പരിപാലിച്ചുകൊണ്ട് നീ ഇവിടെ സന്തോഷത്തോടെ കഴിയണം. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കുമെന്ന് സീതാദേവിയോട് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കുക എന്ന് പറയുന്നത് പതിവ്രതയായിട്ടുള്ള സ്ത്രീക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങയുടെ കൂടെ വരുന്നുണ്ട് വനവാസത്തിന്, എന്നെ തടയരുത്. ലക്ഷ്മണദേവനും അങ്ങനെ ശ്രീരാമനോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠനെ പിരിഞ്ഞ് എനിക്ക് താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കുമൊപ്പം ഞാനും 14 വർഷത്തെ വനവാസത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് സുമിത്രാദേവിയോട് അനുഗ്രഹം മേടിക്കുവാനായിട്ട് ലക്ഷ്മണദേവൻ പോകുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണദേവൻ ചെന്ന് സുമിത്രാദേവിയോട് പറയുന്നുണ്ട്, മാതാവേ, പിതാവ് കൈകേയി ദേവിക്ക് 2 വരം കൊടുത്തിരുന്നു. ഒന്ന് ഭരതകുമാരനെ രാജാവാക്കണമെന്നും രണ്ടാമത്തേത് ജ്യേഷ്ഠനെ വനവാസനായിട്ട് അയക്കണമെന്നുള്ളതാണ്. അപ്പോൾ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും 14 വർഷം വനവാസനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാനും അനുഗമിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കണമെന്ന് സുമിത്രാദേവിയോട് ലക്ഷ്മണൻ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ, എഴുത്തച്ഛൻ്റെ എന്നല്ല വാൽമീകി രാമായണത്തിലേതാണെങ്കിലും രാമായണത്തിൽ വെച്ച് ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ശ്ലോകമാണ് സുമിത്രോപദേശം എന്ന് പറയുന്നത്. സുമിത്രാദേവി ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. നീ സന്തോഷത്തോടു കൂടി ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിക്കോടുമൊപ്പം വനവാസനായിട്ട് പോയിക്കൊള്ളൂ. സുമിത്രാദേവി ലക്ഷ്മണകുമാരന് അനുഗ്രഹവും അനുവാദവും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, കുമാര, ജ്യേഷ്ഠനെ തൻ്റെ പിതാവായിട്ടും സീതയെ ഞാനായിട്ടും അതുപോലെ തന്നെ കാടിനെ അയോധ്യയായിട്ട് കണ്ട് നീ സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ജീവിക്കുക എന്നൊരു ഉപദേശം ലക്ഷ്മണകുമാരന് സുമിത്രാദേവി കൊടുക്കുന്നുണ്ട്. രാമായണത്തിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായുള്ള ശ്ലോകങ്ങളിലൊന്നാണ് ഈ സുമിത്രോപദേശം. സുമിത്രാദേവിയുടെ ഉപദേശം എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജ എന്നുറപ്പിച്ചു പിന്നെ അയോധ്യയെന്നോർത്തിതടവിയെ. ഇങ്ങനെയാണ് എഴുത്തച്ഛൻ സുമിത്രാദേവി ലക്ഷ്മണന് കൊടുക്കുന്ന ആ ഉപദേശത്തെ രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത്ര ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ശ്ലോകമാണിത്. അങ്ങനെ സുമിത്രാദേവി ലക്ഷ്മണകുമാരന് അനുവാദം കൊടുക്കുകയാണ്. ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അങ്ങനെ ദശരഥൻ്റെ വാക്ക് പാലിക്കുവാനായിട്ട് 14 വർഷത്തെ വനവാസനായിട്ട് പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പൗരജനാവലികളെല്ലാവരും സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവരോടെല്ലാവരോടുമായിട്ട് ശ്രീരാമ സീതാ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, ശ്രീരാമദേവൻ മഹാവിഷ്ണുവാണ്, സീതാദേവി ലക്ഷ്മി ദേവിയാണ്, ലക്ഷ്മണകുമാരൻ അനന്തശായുള്ള അനന്തനാണ്. രാവണവധം എന്നുള്ളൊരു അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് മണ്ണിൽ അവതരിച്ചതാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവതാര ഉദ്ദേശം നടപ്പാക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് അവർ വനവാസത്തിന് പോകുന്നതെന്ന് ആ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭവും രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ഈ ലോകത്ത് സുമിത്രാദേവി ലക്ഷ്മണന് കൊടുത്ത ഉപദേശം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.